സത്യം പറഞ്ഞാൽ അതിന് പിന്നിൽ വലിയൊരു കഥയുണ്ട് മോളെ. ആ കഥയ്ക്ക് എന്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് സർ. പ്ലീസ് ഒന്ന് പറയൂ. പക്ഷേ അത്രയും വലിയ കഥ ചുരുക്കി പറയണമെങ്കിൽ നിങ്ങൾ ആരാണെന്ന് എനിക്കറിയണം. നിങ്ങളുടെ മനസ്സെന്താണെന്നറിയണം. സോറി, നിങ്ങളുടെ നന്മ എന്താണെന്നറിയണം. നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞിട്ട് എന്റെ മുഴുവൻ കഥയും പറയാം. എന്തു പറ്റി? എന്റെ കണ്ണില് കണ്ണീര് കണ്ടിട്ടും നിങ്ങൾക്ക് കഥ പറയാൻ തോന്നുന്നില്ലേ? എങ്കിലേ കൊണ്ടെത്തിച്ചിട്ട് പറയാം. എന്താ കൊണ്ടെത്തിച്ചിട്ട് പറയാന്നോ? അതല്ല, ഒരു അത്യാവശ്യ സാധനം എന്റെ ഓഫീസിൽ ഒന്ന് കൊണ്ടെത്തിക്കണം. അതവിടെ എത്തിച്ച ശേഷം നിന്റെ കഥ ഞാൻ കൂടെ ഇരുന്ന് പറഞ്ഞുതരാം. എന്ന് വെച്ചാ? അതെ, മണിയുടെ കാര്യം പറഞ്ഞുതരാന്ന്. നിങ്ങൾ കേറിക്കോ കേറിക്കോ കേറിക്കോ, കാറി കേറിക്കോ. യെസ്. അതെ, ഞാൻ ഡ്രൈവറൊന്നുമല്ല. വന്ന് മുൻ സീറ്റിലിരിക്കൂ. ഞാൻ ഇവിടെ ഇരുന്നോളാം സർ. പിൻ സീറ്റിലിരിക്കുന്നവരെ മുതലാളിയായിട്ടാ എല്ലാരും കാണുക. മുൻ സീറ്റിൽ വന്നിരിക്കൂ പ്ലീസ്. ഒരു പരിചയമില്ലാത്ത ആളുടെ കൂടെ അങ്ങനെ ഇരിക്കാൻ പാടില്ല സർ. ഓ, ഈ നാട്ടിൽ പരിചയമില്ലാത്തവരും ഒരുമിച്ചിരിക്കാറുണ്ട്. എനിക്ക് നിങ്ങളെ വിശ്വസിച്ച് വരാൻ പറ്റുമോ? നിങ്ങള് നല്ല മനുഷ്യനാണോ? അതെ, നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കണേ? അമ്മ സത്യം. ഗൂഗിളിൽ നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ ചരണലി ചാരിന്ന് വരും. അങ്ങനെയുള്ള ഒരാളാ ഞാൻ. പ്രോമിസ്. വാ, വന്നിരിക്കൂ. ആ കുറച്ച് വേഗം പോവാ സർ. ഇതെന്റെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നം. നിങ്ങൾ എന്തെങ്ങനെ? ഇത് വളരെ കഷ്ടാട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എന്തെല്ലാം ചെയ്തു, എന്നിട്ട് ഇങ്ങനെ തുറന്നാൽ എങ്ങനെയാ? എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഞാനെന്നും വെള്ളം ഒഴിക്കുന്നുണ്ട്, വളവും ഇടുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ എന്താ വളരാത്തെ? നീ എന്ത് ചെയ്യോ? നോക്ക് ഏട്ടത്തി, എല്ലാം നന്നായി വളരുന്നുണ്ട്. ഈ ചട്ടിയില് 2 ചെടികൾ മാത്രം വളരുന്നില്ല. വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നീ ഇവിടെ വന്ന് നിന്ന് ചെടികളോട് സംസാരിച്ചോണ്ടിരിക്കണോ? എന്ത് നടന്നെന്നാ? എന്ത് നടന്നോ? ഇന്ന് അനിയൻ ചേട്ടന്റെ അടുത്തേക്ക് പോയിരിക്കുന്നു, അതും ആ വീട്ടിലേക്ക്. നീ ഇങ്ങനെ ഒന്നും അറിയാതെ നടന്ന നിന്റെ ഭർത്താവ് കൃഷ്ണപ്രസാദ് പോലും അയാളുടെ മകന്റെ അടുത്തേക്ക് പോകും. പോകുന്നെങ്കി പോട്ടെന്നേ. അതുകൊണ്ട് എന്ത് നഷ്ടം വരാനാ? ദിവസം ഓഫീസിലേക്ക് കൂടി പോകുന്നതല്ലേ. ഓഫീസിലേക്ക് പോകുന്നത് വേറെ, ആ വീട്ടിലേക്ക് പോകുന്നത് വേറെ. ഇന്ന് ആ വീട്ടിലേക്ക് പോയി അവരോട് സംസാരിച്ചാല് അവിടെ അവന്റെ മകനും മകളും മാത്രമല്ല ഉള്ളത്, അവന്റെ 2ാം ഭാര്യ കൂടിയുണ്ട്. അവരെങ്ങനെ 2ാം ഭാര്യയാകും? ഞാനല്ലേ 2ാം ഭാര്യ, അവര് ആദ്യത്തെ ഭാര്യയല്ലേ. നോക്കുമീര, നിന്റെ ഈ നിഷ്കളങ്കത കാരണമാ അയാളെ തോന്നിയതുപോലെ നടക്കുന്നത്. ഭർത്താവ് ആരുടെ ഒപ്പമാണോ ജീവിക്കുന്നത് അവളെ ഭാര്യ എന്ന് പറയുന്ന, അടുത്ത പെണ്ണിനെ 2ാം ഭാര്യ എന്ന് പറയാ. അങ്ങനെയാണോ? നിന്റെ ഭർത്താവ് ദിവസം അവിടെ കയറി ഇറങ്ങിക്കഴിഞ്ഞാല് പഴയ ഭാര്യ കൂടി പുതിയതായിട്ട് തോന്നി തുടങ്ങും. അവള് 4 സെന്റിമെന്റ്സ് ഡയലോഗ് കൂടി പറഞ്ഞു കഴിഞ്ഞാല് അവൻ അവളുടെ ഭാഗത്തേക്ക് വളയും. പിന്നെ നിന്റെ സ്ഥാനത്ത് അവളും അവളുടെ സ്ഥാനത്ത് നീയും ആവും. അങ്ങനെ സംഭവിച്ച എന്താവും നിന്റെ അവസ്ഥ? നീയും നിന്റെ കുട്ടികളും ഇവിടെ കരഞ്ഞോണ്ടിരിക്കേണ്ടി വരും. നിങ്ങളുടെ വിഷമം കണ്ട എനിക്ക് നിന്റെ ഏട്ടന് സഹിക്കില്ല. എന്റെ ചേട്ടൻ കരയാൻ പാടില്ല. നോക്ക് മീര, നിന്റെ ഏട്ടൻ വിഷമിക്കാൻ പാടില്ലെങ്കില് നിനക്ക് കരയാനുള്ളൊരവസ്ഥ ക്ഷണിച്ചു വരുത്തരുത്. അതിനാ ഒരു ചുവട് മുന്നോട്ട് വെച്ച് വെച്ചു. ചുവട് മുന്നോട്ട് വെക്കണോന്ന് പറഞ്ഞ ഇങ്ങനെ അല്ല എന്റെ മീര. നിന്റെ ഭർത്താവ് അവിടേക്ക് പോകാതിരിക്കാൻ ഓരോ നിമിഷവും നീ ശ്രദ്ധിക്കണം. ഒറ്റയ്ക്ക് അവനെ ഒരിടത്തും പോവാൻ അനുവദിക്കരുത്. പോവാൻ സമ്മതിക്കില്ല. നിന്റെ ഭർത്താവിന്റെ കാര്യം നീ നോക്കിക്കോ. നിന്റെ ജീവിതം നശിക്കാതിരിക്കാൻ അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഒരേ ചെടിച്ചട്ടിയിൽ 2 ചെടികൾ വളരില്ല.
ഒന്നിനെ പറിച്ചു കളഞ്ഞാൽ മാത്രമേ മറ്റൊന്ന് ശരിക്ക് വളരുകയുള്ളൂ. അത് നീ, ഇത് മറ്റവള്. ഏട്ടാ ഒന്ന് നിന്നേ, ഞാനും കൂടെ വരുന്നുണ്ട്. ഞാൻ ഓഫീസിലേക്കാ പോകുന്നേ. ഞാനും ഓഫീസിലേക്ക് വരിക. എന്തിന്? ഏട്ടനെ ഒറ്റയ്ക്ക് വിടാതെ കൂടെ തന്നെ നടക്കണമെന്ന് ഏട്ടത്തി പറഞ്ഞു. ഞാൻ പറയുന്നു നീ വരണ്ട. അതെന്താ അതെന്താ അവള് വന്നാല്? വാ. ഹലോ ഹലോ, മണിയെ കുറിച്ച് പറയാന്നും പറഞ്ഞിട്ട് ഇത് എങ്ങോട്ടാ പോകുന്നേ? കണ്ട് സംസാരിക്കണ്ടേ? ആരെ? ആ, അത് പിന്നെ വേറെ ആരാ? ഞാൻ തന്നെ. നിങ്ങൾ എന്തിനാ നിങ്ങളെ തന്നെ കാണുന്നേ? അത് പിന്നെ അതായത് പരിചയപ്പെടുത്താനെന്ന് പറഞ്ഞ് നാക്ക് പിഴച്ചു പോയതാ. സത്യം പറയണം, നിങ്ങക്ക് ഇത് ശരിക്കും അറിയോ? എന്തൊരു ചോദ്യമാണിത്? എന്നെ സംശയിക്കുകയാണോ? അല്ല, മണിയെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോ വേറെ എന്തൊക്കെയല്ലേ പറയുന്നേ? എന്റെ ബുദ്ധിയെ ഞാൻ ചിലപ്പോഴെല്ലാം ഓഫീസിൽ വെച്ച് മറന്നു വെക്കാറുണ്ട്. അതിനെ തിരിച്ചെടുത്ത് തലയിൽ കൊണ്ടുവച്ചിട്ട് പറയാം, സമാധാനപ്പെടും. നിങ്ങൾ പറയുന്ന ഒന്നും ആർക്കും മനസ്സിലാവാത്ത രീതിയിലാണല്ലോ. അത് പിന്നെ എന്ത് പറയണമെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. അത് പിന്നെ ഇത് തമാശ പറഞ്ഞാൽ പോലും മനസ്സിലാവില്ലെങ്കിൽ നിങ്ങൾ എത്ര നിഷ്കളങ്കയാണെന്ന് എനിക്ക് മനസ്സിലാവും. തമാശ അല്ല സർ, ആ മണിയെ കുറിച്ച് പറയുന്നുണ്ടോ ഇല്ലയോ? ഇതാണ് എന്റെ ഓഫീസ്. പോയിട്ട് അവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. അവിടെ പോയിട്ട് വന്നാൽ മണിയുടെ കാര്യം നിന്നോട് ഞാൻ പറയാം. ഓക്കെ അല്ലേ? അതെ. ഓ മതി പ്ലീസ്, ഇനി ഇതെനിക്ക് താങ്ങില്ല. നിങ്ങൾക്ക് കിട്ടേണ്ട ഒരേ ഒരു ഉത്തരത്തിനായിട്ട് ഇത്രയും ചോദ്യങ്ങളോ? പ്ലീസ് ഇവിടെ തന്നെ നിക്കണേ. എല്ലാരും കറക്കുന്ന എന്നെ തന്നെ ഇത്രയിട്ട് കറക്കുന്നു. എന്റെ അമ്മേ. നമസ്തേ മോനെ. ആ നമസ്തേ ഏട്ടാ, സുഖമല്ലേ? നന്നായിട്ടിരിക്കുന്നു. ആ ചേട്ടന്റെ കുട്ടിക്ക് എന്തോ സുഖമില്ലാന്ന് കേട്ടു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മോനെ. ആ ശരി, ഇപ്പൊ കേട്ടെ. ആ എന്നാ ശരി. ഇത്രയും വലിയ ഓഫീസിന്റെ ഓണറായിട്ടും സെക്യൂരിറ്റിയോട് പോലും ഇത്രയും സ്നേഹത്തോടെ പെരുമാറുന്നുവെങ്കില് നല്ല മനുഷ്യനാ, വിശ്വസിക്കാം. എന്താണ് സർ? ചേട്ടാ എവിടെ? കോൺഫറൻസിലാണ് ആ ശരി എന്നാ. സർ. സർ 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 പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിലാണ് സർ. ആ എന്നെക്കാളും പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടോ ചേട്ടന്? അനിയനാടാ ഞാൻ, ശങ്കാണടാ ഞാൻ. പോടാ. സർ 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 പിയൂണാണ് സർ. എന്റെ ജോലി തെറിപ്പിക്കില്ലേ സർ? And this concept is very important. You ചേട്ടാ, must. ചേട്ടാ, ചേട്ടാ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് ചേട്ടാ. ഞാൻ വരാം. അയ്യോ അത്യാവശ്യം ചേട്ടാ, ഒന്ന് വാ ചേട്ടാ. ചേട്ടാ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ചേട്ടാ. വാ. സോറി ഗൈസ്. Just a minute. വന്നേ. ചാരി. എന്താടാ? സോറി. എന്താ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ്? ചേട്ടാ നിങ്ങളുടെ കാറിൽ ഒരു ചിലങ്കയുടെ മണി ഉണ്ടല്ലോ, അതിന്റെ കഥ എന്താണ് ചേട്ടാ? എടാ, ഇത് ചോദിക്കാനാണോ അത്രയും പ്രധാനപ്പെട്ട മീറ്റിംഗിനിടയിൽ നീ എന്നെ വലിച്ചടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അയ്യോ ചേട്ടാ, ഇത് അതിലും പ്രധാനം കേട്ടാ. ഒന്ന് പറയട്ടാ. നിനക്കത് ഭ്രാന്താണോ? ഇപ്പൊ ആ മണിയെ കുറിച്ച് നീ എന്തിനാ അറിയുന്നേ? അയ്യോ എനിക്ക് അത്യാവശ്യം ഉണ്ട് ചേട്ടാ, വളരെ അത്യാവശ്യം ചേട്ടാ. പ്ലീസ് ചേട്ടാ. എടാ, അതിനെപ്പറ്റി പറയാനാണെങ്കിലേ ഒരുപാട് പറയേണ്ടി വരും. ഇപ്പൊ എന്തൊരു സമയമില്ല. ചേട്ടാ പ്ലീസ് ചേട്ടാ. സോറി പ്ലീസ് ചേട്ടാ. എന്നെ കൊച്ചിലെ അറിയാവുന്നല്ലേ ചേട്ടാ. എനിക്ക് എന്തെങ്കിലും ഉത്തരം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഉറക്കം വരില്ല ചേട്ടാ, തലയ്ക്ക് വട്ട് പിടിക്കും. പ്ലീസ് ചേട്ടാ പറയേ.
എടാ ചാരി, ഞാൻ വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗിലാ. വേണമെങ്കിൽ നീ വെയിറ്റ്. ചേട്ടാ 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 സോറി സോറി ചേട്ടാ, നിങ്ങൾ പറയാതെ തന്നെ ഞാനിവിടെ കാർ എത്തിച്ചില്ല ചേട്ടാ. എന്നിട്ട് ഞാനൊരു ചെറിയ കാര്യം ചോദിക്കുമ്പോ ഒന്ന് പറഞ്ഞൂടെ ചേട്ടാ, പ്ലീസ് ചേട്ടാ പറയും. മിസ്റ്റർ ആദി, സർ. അകത്തെ മീറ്റിംഗ് കഴിയുന്നതുവരെ ഇവൻ അങ്ങോട്ട് കടത്തി വിടില്ല കേട്ടല്ലോ. ശരി, ചേട്ടാ സർ. ചേട്ടാ 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 ആദി ഛെ, വിട്. പ്ലീസ് ആദി. ഇവിടെ ഇത്രയധികം ആളുകൾ ഉണ്ടായിട്ടും ഭഗവാന്റെ കാര്യം നോക്കാൻ ഒരാള് പോലും ഇല്ല. എന്ത് മനുഷ്യരാണോ? നീ എന്താ ഇവിടെ ചെയ്യുന്നത്? എല്ലാരും പുറത്തേക്ക് പോ. ഹായ്, മഴ. Come on, come on. Quick, quick. What's happening here? Be careful. Quick, quick. Hey, എന്താ ഇതൊക്കെ? സർ, ഈ പെൺകുട്ടി വിളക്ക് കത്തിച്ചതാ. Hey, നീയോ? നീയായിരുന്നു? ഇത് നിന്റെ പണിയാണല്ലേ? നിന്റെ തലയ്ക്ക് ബുദ്ധിയില്ലേ? ഏയ്, എന്തിനാ ദേഷ്യപ്പെടുന്നേ? ദൈവത്തെ പൂജിക്കുന്നതും കൂടെ ഇവിടെ തെറ്റാണോ? നീ പൂജ ചെയ്തതിന്റെ പേരില് ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ കണ്ടോ? ദേ എന്റെ ഓഫീസിലോട്ട് നോക്ക്, മുഴുവൻ നീ കൊളമാക്കിയില്ലേ? മഴ പെയ്യുമ്പോ ഇങ്ങനെ ചോരുന്നുണ്ടല്ലോ. ഇങ്ങനെ ചോരുന്ന കെട്ടിടത്തിലാണോ ഓഫീസ് നടത്തണ്ടേ? ഓ, ഏയ് നിനക്ക് തലയ്ക്ക് സുഖയില്ലേടി? ഇത് ആകാശത്ത് നിന്ന് പെയ്ത മഴയല്ല, നീ പൂജ ചെയ്തുണ്ടാക്കിയ മഴയാ. എന്താ പൂജ ചെയ്ത ഓഫീസിനകത്ത് മഴ പെയ്യോ? എന്റെ ദൈവമേ. മോളെ, ഇത് മഴയല്ല മോളെ. ഓഫീസിൽ എങ്ങനെയെങ്കിലും തീപിടുത്തം ഉണ്ടായാൽ ആ പുക കാരണം ഓട്ടോമാറ്റിക്കായി സ്പ്രിംഗ്ലേഴ്സ് ഓണായി വെള്ളം വീണ് തീ അണയുകയും ചെയ്യും. അങ്ങനെയാണോ? ആ, നീ ആരതി ഒഴിഞ്ഞപ്പോ അതിന്റെ പുകയിൽ ഇതെല്ലാം ഓണായി. ഓ, അപ്പൊ ഇങ്ങനെ മഴ പെയ്യോ? ഇത് മഴയല്ല. എന്തായാലും കൊള്ളാം. മഴയത്ത് നിന്നതുപോലെ സന്തോഷം തോന്നുക. നീ കാരണം ഈ ഓഫീസിലെ എല്ലാ ഫയലുകളും നനഞ്ഞ് എല്ലാ ജോലികളും നാശമായി. അതിൽ നിനക്ക് സന്തോഷം തോന്നുന്നുണ്ടോ? എന്താ ഇത് നിങ്ങളുടെ ഓഫീസാണെന്ന പോലെ സംസാരിക്കുന്നേ? എന്റെ തലയും പിന്നെ ആരുടെയാ? സത്യത്തിൽ ഓഫീസിൽ ഇവിടെ കടത്തി വിട്ടതാരാ? ഹലോ, ആരും കടത്തി വിട്ടൊന്നും അല്ല. ഏയ് ഷട്ട് അപ്പ്. വായി തോന്നിയതുപോലെ സംസാരിക്കരുത്. അതിന് അലറുന്ന എന്തിനാ?
ഞാൻ നിങ്ങളുടെ വീട്ടിലെ വേലക്കാരിയൊന്നുമല്ല. ഉള്ള മണ്ടത്തരം മുഴുവൻ കാണിച്ചു വെച്ചിട്ട് ഇപ്പൊ വായിട്ടളിക്കുവാണോ? തെറ്റ് നിങ്ങളുടെയാ. പുക വലിക്കരുതെന്ന് എല്ലായിടത്തും എഴുതി വെക്കുന്ന പോലെ ഇവിടെ പുകച്ച മഴ പെയ്യുന്നും കൂടെ എഴുതി വെച്ചൂടെ? ഓ ഇത് മഴയല്ല. ഞങ്ങളുടെ നാട്ടിൽ ഇത് മഴയാ. ഓ ഇത് എവിടെ നിന്റെ തലയിൽ വന്ന് കേറിയെന്തോ? അതിന് ഞാൻ എവിടെ നിന്റെ തലേ വന്ന് കയറിയ? നീയല്ലേ എന്റെ തലേ വന്ന് കയറാൻ നോക്കുന്നേ. മതി, അധിക പ്രസംഗം മതി. നിന്നെ കാണുമ്പോഴേ എനിക്ക് ഇറിറ്റേഷൻ വരുവാ. നിനക്ക് ഇറിറ്റേഷൻ അല്ലേ വരുന്നേ? എനിക്ക് തല പെരുത്ത് വരുവാ. അങ്ങനെയാണോ? എങ്കിൽ പോയി നിന്റെ തലയിൽ കുറച്ച് നെല്ലിക്ക തളം വെച്ച് ഇരിക്കാൻ നോക്ക്. കോമഡി ആയിരിക്കും അല്ലേ? കോമഡി നീയാ പറയുന്നത്, അല്ലാതെ ഞാനല്ല. മുഖം കണ്ടില്ലേ? ഓഞ്ഞ പടവലങ്ങ പോലെ. എന്താ? വാട്ട് ഈസ് ഷീ സേയിങ്? വാട്ട് ഈസ് ഷീ സേയിങ്? സാർ അതുപോലും അറിയില്ലേ? കറക്റ്റാണ്. നിന്നെ പോലെ നല്ല നീളമുള്ള ഒരു പച്ചക്കറിയുണ്ട്. ഏയ്. അത് തന്നെ. എന്നെ കുറിച്ച് വായി തോന്നിയെല്ലാം പറയാൻ നിനക്ക് എന്ത് ധൈര്യം ഉണ്ടടി? ആ പിന്നെ നിന്നെ കണ്ടിട്ട് ഞാൻ ഓച്ചാനിച്ച് നിക്കണോ? നിനക്ക് ഇത്ര ജാടയാണേലേ ഓണറിന്റെ സുഹൃത്തായി എനിക്ക് എത്ര ജാട കാണും. ആരാണ് നീ പറയുന്ന ഓണർ? അതൊക്കെ എന്തിനാ പറയുന്നേ? നിന്നെ ജോലിന്ന് പുറത്താക്കുമ്പോ നീ മനസ്സിലാക്കിക്കോളൂ ഞാൻ ആരാണെന്നും അയാൾ ആരാണെന്നും. ഏയ് നീ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടി വന്നാണോ? എന്താ? ഞാൻ മെന്റൽ ആണെന്നാണോ പറഞ്ഞേ? എക്സാക്ട്ലി അതെ. നിനക്ക് മുഴുത്ത ഭ്രാന്ത. ആരോട് വേണമെങ്കിലും ചോദിക്കുക. ഭ്രാന്ത് മൂത്തിരിക്കാണെന്ന് അവര് പറയും. എനിക്കല്ല. നിനക്ക് ഭ്രാന്ത്, നിന്റെ അച്ഛന് ഭ്രാന്ത്, നിന്റെ അച്ഛന് ഭ്രാന്ത്. ഏയ്. എന്താ ഇത്ര അടുത്തേക്ക് വരുന്നേ? കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കും. മര്യാദ എന്താണെന്ന് മര്യാദ അറിയാത്ത നിന്റെ അടുത്ത് തന്നെ ഞാൻ പഠിക്കണോ അല്ലേ? നിനക്ക് പെണ്ണുങ്ങളോട് ബഹുമാനവും ഇല്ല, നിനക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയോ ഇല്ല. ഇവളോടൊക്കെ ഒന്ന് സംസാരിച്ചല്ലോ, എല്ലാം എന്റെ തെറ്റാ. അതിന് എപ്പോഴാ സംസാരിച്ച്? അരമണിക്കൂറായിട്ട് ബഹളം വെച്ചോണ്ടിരിക്കുവല്ലേ. ഏയ് നിന്നോട് സംസാരിക്കേണ്ട കാര്യതാ. പോയി വിടുന്നു. ഗെറ്റ് ലോസ്റ്റ്. എന്തിന്? ഞാനേ ഓണറിന്റെ സുഹൃത്താ, എന്നിട്ട് എന്നോട് ഇറങ്ങി പോവാൻ പറയാണോ? ഏത് ഓണർ? വിളിക്കാളെ. നിന്റെ തലയ്ക്ക് ഓളാടി. എനിക്ക് തലയ്ക്ക് ഓളാണെന്നോ? നീ തീർന്നടാ. ഇന്ന് എന്റെ കൈ കൊണ്ട് നിന്റെ കഥ കഴി നോക്കിക്കോ. ഇനി നീ ഇവിടെ നിന്നാലുണ്ടല്ലോ ഞാൻ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്യും. ആ കാണാലോ. മെന്റൽ ഹോസ്പിറ്റലിലേക്ക് ഞാനാണോ നീയാണോ പോകുന്നേ? ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? ഹലോ, ഇത് ട്രാൻസ്പോർട്ട് ബസ് ഒന്നും അല്ല. ഇവിടെ പെൺകുട്ടികൾക്ക് പ്രത്യേക റിസർവേഷൻ തരാനൊന്നും. നിന്നെ പോലെ ഒരുത്തിക്കേ ഇത്രയും മര്യാദ തന്ന തന്നെ അധികം. നോക്കിക്കോ, ഇന്നാ നിനക്ക് ഓഫീസിൽ അവസാനത്തെ ദിവസം. ആണോ? നമുക്ക് കാണാം. ഗെറ്റ് ലോസ്റ്റ്. നീ ആരാ എന്നോടത് പറയാൻ? അയ്യോ സാറിനോട് ഇങ്ങനെ സംസാരിക്കല്ലേ. നിനക്ക് സാറായിരിക്കും, എനിക്കല്ല. ഞാൻ പറയുന്നത് കേക്ക്. ദയവായിട്ട് ഇറങ്ങിപ്പോ. ഞാൻ പൊക്കോളാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പണി വരുന്നുണ്ട്. എടോ നിന്റെ കാര്യം ഇത് പോക്കാം. നമുക്ക് കാണാം. ആദ്യം ഇവിടെ ഇറങ്ങി പോവാൻ നോക്ക്. ഗെറ്റ് ലോസ്റ്റ്. കണ്ടില്ലേ നിങ്ങളുടെ സാറ് സംസാരിക്കുന്നതിന്റെ ഭംഗി? ഒന്ന് പോ മോളെ. ഓഫീസിൽ ഇങ്ങനെ ബഹളം കൂട്ടുന്നത് ശരിയല്ല. വെക്കോളൂ. പിന്നെ പോവാതെ ഈ മുഖം കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിക്കണോ? ഇനി ഞാൻ ഈ ഓഫീസിലേക്ക് തിരിച്ചു വരുമ്പോ അന്ന് നീ ഈ ഓഫീസിൽ ഉണ്ടാവില്ല. വീണ്ടും വരുമെന്നോ? അതിന് ആരനുവദിക്കും? ഇനി നിന്നെ ഈ കോമ്പൗണ്ടില് കാലുകുത്താൻ സമ്മതിച്ചിട്ട് അതിന് നീ ഈ കോമ്പൗണ്ടിൽ കാലുകുത്തിയാലല്ലേ? എന്റെ ഈശ്വര, ഒന്ന് മതിയാക്ക് മോളെ. ഒന്ന് പോയി തരാമോ? എല്ലാവരും നിന്നെ തന്നെ നോക്കുകയാണ്. അതൊക്കെ ഇയാളോട് പോയി പറ. എന്നെ നീ ചീത്ത പറഞ്ഞല്ലേ? നിന്റെ പണി ഇന്ന് തീരും. അതെ. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ആ പോവാ. Hey, somebody stop this nonsense here. Yes, sir. ആ പെണ്ണ് എവിടെ പോയി? ഫ്ലാഷ് ബാക്ക് പറയാത്തതിന്റെ പേരിൽ പോയതായിരിക്കും. അങ്ങനെ പോയില്ലല്ലോ. എന്നാൽ ഇത് എവിടെ പോയി? അവന്റെ പെരുമാറ്റം കണ്ടാവും വലിയ മുതലാളിയാന്ന് തോന്നുന്നു. എന്റെ നാട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ ഓഫീസിലായോണ്ട് രക്ഷപ്പെട്ടു. ഹലോ മാഡം, നിങ്ങൾ എങ്ങോട്ടാ പോയെ? ആകെ നനഞ്ഞിരിക്കുന്നല്ലോ. മഴ നനഞ്ഞതാ. മഴയാ? അങ്ങനെയാ? ഈ പരിസരത്തൊന്നും പെയ്യാതെ നിന്റെ തലയിൽ മാത്രമാണോ പെയ്തത്? എന്താ മേഘമേ, ഇത് ചതിയല്ലേ? നിങ്ങൾ ലേഡീസ് ഫാനായി മാറിയോ? മഴയ്ക്കായി കാത്തിരിക്കുന്ന വയലുകളെല്ലാം ഉപേക്ഷിച്ച് പെണ്ണുങ്ങളെ മാത്രം ഉപദ്രവിക്കാണോ? ഇത് ശരിയല്ല കേട്ടോ. നിങ്ങൾ എന്റെ കൂടെ അകത്തേക്ക് വന്നേ. അകത്തേക്കാ? അതെന്തിനാണ്? എന്നെ ഒരാൾ വഴക്ക് പറഞ്ഞു. വഴക്ക് പറഞ്ഞ? ആര്? ആരാണ്? ആരാ? ആരാ തന്നെ വഴക്ക് പറഞ്ഞ? നിങ്ങൾ ആദ്യം എന്റെ കൂടെ അകത്തേക്ക് വാ, പറയാം. വാ. അകത്തേക്കാ? അതെന്തിനാണ്? എന്നെ വഴക്ക് പറഞ്ഞവനെ ഞാൻ കാണിച്ചു തരാം. അർജന്റ് ആയിട്ട് അയാളെ ഇന്ന് തന്നെ ജോലിന്ന് പറഞ്ഞു വിടണം. അത് പോട്ടെന്നെ. എന്റെ ആളാണെന്ന് അറിയാതെ വഴക്ക് പറഞ്ഞായിരിക്കും. അല്ല, നിങ്ങൾ വാ. അയാളെ ഇന്ന് തന്നെ പുറത്താക്കിയേ പറ്റൂ.
അകത്ത് പോയ പുറത്തു പോകുന്ന ഞാനായിരിക്കും. എത്രയും പെട്ടെന്ന് ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. സത്യത്തില് എന്തിനാ നമ്മൾ ഇവിടേക്ക് വന്നേ? ശരി, തൽക്കാലം വഴക്ക് മറന്നേക്കാം. ഓഫീസിൽ പോയിട്ട് വന്ന ആ മണിയെ കുറിച്ച് പറയാന്ന് പറഞ്ഞില്ലേ, പറയോ? പറഞ്ഞില്ലല്ലോ. ആര്? എന്ന് വെച്ചാൽ